കുറച്ച് മാങ്ങ നല്ല വിളഞ്ഞതാണ്. ഇത് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാനാണ്. ഇത് എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും. അങ്ങനെ ഉണക്കിയെടുക്കാനാണ്. മാങ്ങ നല്ല വിളഞ്ഞ മാങ്ങയാണ്. അങ്ങനെ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇത് ഉപ്പിട്ടിട്ട് ഉണക്കി എടുത്ത് വയ്ക്കാനാണ്. 2 വർഷം 3 വർഷമൊക്കെ ആയിട്ടിരിക്കും. ഉണക്കിയെടുത്താൽ നല്ലോണം ഉണങ്ങണമെന്നേ ഉള്ളൂ. മാങ്ങയില്ലാത്ത സീസണിൽ നമുക്ക് അടമാങ്ങയായിട്ട് എടുക്കാൻ പറ്റും. മാങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഏറെ ഉപ്പിട്ട് കൊടുക്കണം. അത് നമുക്ക് ഇളക്കി ഇന്ന് ഇളക്കി ഉപ്പെല്ലാം ഇട്ട് വെച്ചിട്ട് നാളെ എടുത്തിട്ട് നമുക്ക് വെയിലത്തിട്ടിട്ട് കുറേ ദിവസം ഉണക്കിയെടുക്കാം. ഉണങ്ങുന്നിടം വരെ ഒരാഴ്ച എത്ര ഉണങ്ങുന്നത് വെച്ചാൽ അത് 10 ദിവസം നല്ലവണ്ണം ഉണക്കിയെടുക്കാം. നാളെ രാവിലത്തേക്കാവുമ്പോഴത്തേക്ക് ഇതിലെ വെള്ളമെല്ലാം ഇങ്ങനെ വാർന്നു വരും. അത് ഊറ്റിയെടുത്തിട്ട് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. നമുക്കിങ്ങനെ ഉപ്പിട്ട് ഉണങ്ങിയെടുത്ത് വരുമ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് മുളക് പൊടി എണ്ണയൊക്കെ ഇട്ടിട്ട് എടുക്കാവുന്നതാണ്. മാങ്ങയില്ലാത്ത സീസണിൽ നമുക്ക് അച്ചാറായിട്ട് എടുക്കാൻ പറ്റും ഉണങ്ങിയ മാങ്ങ. ഇങ്ങനെ മാങ്ങ അടുത്ത ദിവസം ആയിട്ടുണ്ട്. അതിൽ വെള്ളം ഇങ്ങനെ കണ്ട മാങ്ങയിൽ നിന്നിറങ്ങിയാണ്. ഇതിൽ വെള്ളം ഒഴിച്ചതല്ല, ഉപ്പിട്ടിട്ട് വെച്ചിരുന്നപ്പോൾ വെള്ളം ഇറങ്ങി വന്നിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഞാൻ ഇത് ഉണക്കിയെടുത്തിട്ട് കാണിക്കാം. ഒരാഴ്ച വേണം നമുക്കിത് ഉണങ്ങിയെടുക്കാനായിട്ട്. നല്ല വെയിലുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഉണക്കി വയ്ക്കാം. മാങ്ങ ഉള്ളവർ ഇതുപോലെ ഒരുപാടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് അച്ചാറിനും അങ്ങനെയൊക്കെ ആയിട്ട് കറികൾക്കായാലും ഉണക്കി വെച്ചാൽ മീൻ പറ്റിക്കാനും ഒക്കെ എടുക്കാൻ പറ്റും. മാങ്ങയിലെ വെള്ളം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് അച്ചാറിൽ ഒഴിക്കാൻ കൊള്ളാം. ഉടനെ അച്ചാറുണ്ടാക്കുന്നവരാണെങ്കിൽ 2 ദിവസം ഇത് വെയിലത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉണക്കിയെടുത്ത് വയ്ക്കാനാണ്. ഈ വെള്ളം വേറെ അച്ചാറുണ്ടാക്കുന്നതിലായതിൽ ഒഴിക്കാം. വെള്ളം മാങ്ങയിൽ നിന്ന് മാത്രമായിട്ട് ഊർന്ന് വന്നിട്ടുള്ളതാണ്. തുള്ളി വെള്ളം ഒഴിച്ചിട്ടുള്ളതല്ല. ഇത്രയും മാങ്ങ ഇപ്പം ഡ്രൈ ആയി നല്ല ഇതായിട്ട് ചുങ്ങിയിട്ടുണ്ട്. ഒരു വൃത്തിയുള്ള ചാക്കിലോ കഴുകി വെച്ചിട്ടുണ്ട്. അതിലിട്ട് ഉണക്കിയെടുത്ത് അങ്ങനെ നമ്മുടെ മാങ്ങ ഒരു ദിവസം ഉണങ്ങി നല്ലോണം, നല്ല വെയിലുള്ളത് കാരണം നല്ലോണം ഉണങ്ങി ഒരുവിധം കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇന്നലെ എടുത്ത് വെച്ചിട്ട് ഉള്ള ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അത് നമുക്കിതിൽ ഒഴിച്ച് ഒരു ദിവസം അങ്ങനെ രാത്രിയിൽ എടുത്ത് വെക്കാം. ഉപ്പ് നീരാണ് മാങ്ങയിൽ നിന്ന് ഊറ്റിയെടുത്ത് വെച്ചത്. ഇതിൽ നമുക്ക് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് പിടിക്കാനാണ്. ഇതിങ്ങനെ വെച്ചിരുന്നിട്ട് നമുക്ക് ഇത് ഉണക്കിയെടുക്കാം. ഉപ്പുവെള്ളം രണ്ടാമത് ഒഴിച്ചത് നമ്മൾ വാർന്ന് എല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഇനി ഉണക്കിയെടുത്താൽ മതി. ഉപ്പുവെള്ളം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം ഉണക്കിയിട്ട് വീണ്ടും ഊറ്റി വെച്ചിരുന്ന ഉപ്പുവെള്ളം ഇതിലൊഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. വെള്ളമെല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. അത് വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഒരു 5-6 ദിവസം ഉണക്കിയെടുക്കാം. അപ്പോൾ നല്ല ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മാങ്ങ നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. നല്ല
ടൈറ്റായിട്ടുള്ള ഭരണിയിൽ അടച്ച് കെട്ടി വയ്ക്കുക. ആവശ്യത്തിന് നമുക്ക് അച്ചാറിടാനായിട്ട് എടുത്ത് അച്ചാറിടാം, എണ്ണമാങ്ങയായിട്ടിടാം. എണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.